നല്ല പടമാണ്. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യാണ്ടാ വന്നത്. കാരണം കൂടുതൽ എക്സ്പെക്ട് ചെയ്താൽ നമുക്ക് ടെൻഷനാണ്, വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടുക. പക്ഷേ സൂപ്പർ. പറയാൻ വയ്യ, ഇതുപോലൊരു എൻട്രി രജനീകാന്തിന്റെ പടത്തിൽ നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന മാസാണ്. ആ ഒരു മാസം നമുക്ക് കിട്ടിയില്ല. നല്ലൊരു പടം, ലോകേഷിന്റെ ഒരു മറ്റൊരു വ്യത്യസ്തമായ ഒരു പടം എന്ന് പറയാം. രജനീകാന്തിന് പറ്റിയ ലോകേഷിന്റെ ഒരു പടം എന്ന് തന്നെ നമുക്ക് പറയാം. ലോകേഷിന്റെ സ്റ്റൈലിലെ രജനീകാന്താണ്, അത്രേ ഉള്ളൂ. പറയാൻ വയ്യ, ഇതുപോലൊരു എൻട്രി ഇത് ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആണ്. കാരണം അതിന്റെ ഒരു സ്റ്റോറി വരുന്നത് സെക്കൻഡ് ഹാഫിലോട്ടാണല്ലോ. എന്തായാലും ഭയങ്കര ഗംഭീരം. നിങ്ങളൊക്കെ പോയി കാണണം കേട്ടോ. തിമിർത്തു സൗബര സൂപ്പർ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു പടം, ലോകേഷിന്റെ ഒരു മറ്റൊരു വ്യത്യസ്തമായ ഒരു പടം എന്ന് പറയാം. രജനീകാന്തിന് പറ്റിയ ലോകേഷിന്റെ ഒരു പടം എന്ന് തന്നെ നമുക്ക് പറയാം. 50% രജനീകാന്തും 50% ലോകേഷും എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഭയങ്കര വയലൻസ് അങ്ങനെ കാര്യം, പക്ഷെ നീറ്റൊരു പടം. സൗബിൻ ഉഗ്രൻ, ഫസ്റ്റ് സീൻ തൊട്ട് സൗബിൻ അങ്ങ് തകർത്ത്. ഇത്രയും വലിയ ആളുകളുണ്ടായിട്ട് നാഗാർജുനെയും രജനീകാന്തിനെ പിടിച്ചിരിക്കുന്നതെന്ന് പറയാൻ വേറൊരു രീതിയിലാണ് പിടിച്ച് സൗബിൻ ഉഗ്രനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഡാൻസ് ആണെങ്കിലും സൂപ്പർ, വേറെ ലെവലാണ് സൗബിൻ. ലോകേഷ് പക്ഷേ പടം പറയാൻ ലോകേഷിൻ്റെ തന്നെ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ലോകേഷ് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് പടം. നല്ല പടം വിജയിക്കും, നല്ല 100%. അത്ര ഒരു ഇതില്ല. നമ്മളൊരു ലോകേഷ് കനകരാജ് മൂവി പ്രതീക്ഷിച്ചു വരില്ലേ, ആ ഒരു ഇതൊന്നുമില്ല. ഒരു രജനീകാന്തിന് ഒരു മാസം അങ്ങനത്തെ ഒരു ലെവലൊന്നുമില്ല. ഒരു ആവറേജ് മൂവിയാണ്. ലോകേഷിന്റെ സ്റ്റൈലിലെ രജനീകാന്താണ്, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാ സ്റ്റാർസിനും ഈക്വൽ ആയിട്ട് തന്നെ ലോകേഷ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഒരു കുറവുമില്ല, കൂട്ടില്ല. ലാസ്റ്റ് വന്ന അമീർ ഖാന്റെ റോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഈക്വൽ ആയിട്ടുള്ളൊരു റോൾ തന്നെയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നല്ല രീതി തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയായിരുന്നു, സെക്കൻഡ് ഹാഫിൽ അത്രയും പോരാ. പക്ഷേ ക്ലൈമാക്സിലൊക്കെ എടുത്തപ്പോഴത്തേക്കും പിന്നെയും അനുഭവം ബാക്ക് ഓൺ ഫയർ ആയിരുന്നു. നല്ല സ്റ്റോറിയാണ്, സ്റ്റോറി നല്ലൊരു ഫൈറ്റ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം മലയാളികൾ ഇപ്പം സൗബിൻ ഈ ചിത്രത്തിൽ ഉടനീളം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പൂജ ഹെഗ്ഡെ ഡാൻസ്, അതൊക്കെ നല്ലൊരു മിക്സാണ്. സിനിമ നല്ലൊരു മിക്സാണ്, എൻ്റർടൈനിങ് ആണ്. മ്യൂസിക് നല്ലതാണ്. ഒപ്പം ലോകേഷിൻ്റെ ഡയറക്ഷൻ, അതുപോലെ ക്യാമറ, സിനിമാറ്റോഗ്രാഫി ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. നല്ല പടമാണ്. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യാണ്ടാ വന്നത്. കാരണം കൂടുതൽ എക്സ്പെക്ട് ചെയ്താൽ നമുക്ക് ടെൻഷനാണ്, വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടുക. പക്ഷേ സൂപ്പർ. സത്യത്തിലെല്ലാം നമ്മൾ വിചാരിച്ചൊരു സ്റ്റൈൽ. അമീർ ഖാൻ വന്നപ്പോൾ ഒരു സ്റ്റൈലായിരുന്നു, സൗബിൻ വന്നപ്പോൾ നമ്മുടെ ആള്, പിന്നെ കന്നഡയിൽ നിന്ന് ഉപേക്ഷ വന്നപ്പോഴത്തേക്കും അത് വേറെ ഫീല്. ടോട്ടലി ഇമോഷൻ, സ്റ്റോറി, ബ്ലഡ്, ഫൈറ്റ്, സ്റ്റൈല് എല്ലാം തികഞ്ഞ ഒരു രജനി പടം. ഒരു കുറേ നാൾക്ക് ശേഷം ഒരു കംപ്ലീറ്റ് സിനിമ വന്ന് കണ്ടു എന്നുള്ളൊരു ഫീൽ. സിനിമ എന്നൊരു വ്യത്യസ്തതയില്ല ഇതിൽ. സാധാരണ സ്റ്റോറി, ഒരു പ്രത്യേക ഒരു മാസ് ആൻഡ് ആക്ഷൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. ആക്ഷൻ ഉണ്ട്, പക്ഷെ ഒരു മാസില്ല. രജനീകാന്തിന്റെ പടത്തിൽ നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന മാസാണ്. ആ ഒരു മാസം നമുക്ക് കിട്ടിയില്ല. വളരെ ഒരു നിരാശാജനകമാണ് എന്നെ അഭിപ്രായത്തിൽ. ആമിർ ഖാനൊക്കെ ട്രെയിലറിലെല്ലാം കാണിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര. ആമിർ ഖാനെ മറ്റേ വിക്രത്തിൽ സൂര്യനെ ഇട്ട പോലെ ഇട്ടാൽ മതിയായിരുന്നു. ആകെ 10 മിനിറ്റ് തയ്ച്ചില്ല, ഒരു ഇതുമില്ല. അതൊക്കെ വെറുതെ പടത്തിന് പൈസ വരാൻ വേണ്ടിയിട്ട് ഹൈപ്പ് കൂട്ടിയിട്ടത് ആമിർ ഖാനൊക്കെ, അല്ലാണ്ട് ഒരു കാര്യമില്ല. സൗബിൻ്റെ പെർഫോമൻസ് ഒരു സാധാരണ മലയാള പടത്തിൽ എങ്ങനെയാണ് പെർഫോമൻസ് അതുപോലെ തന്നെ ഉള്ളൂ, പ്രത്യേകത ഒന്നുമില്ല. ഒരു തമിഴ് പടത്തിൽ സൗബിൻ അഭിനയിച്ചെന്നേ ഉള്ളൂ. അതിനെക്കാട്ടും ബെറ്ററാണ് ജയിലറിലെ വിനായകൻ, വേറെ ലെവലായിരുന്നു. അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വന്നത്. പടത്തിനൊരു നമ്മൾ ഉദ്ദേശിച്ചൊരു ഇത് കിട്ടിയില്ല, വളരെ ഒരു ആവറേജ്.